നിങ്ങൾക്കറിയാമോ സിംഹരാശിക്കാരെ? അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്നു സംഭവിക്കാൻ പോകുന്നു. എന്തെന്നാൽ ഈ 150 വർഷങ്ങൾക്കു ശേഷം വരുന്ന ഒരു മഹാശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. ഇതൊരു സാധാരണ സമയമല്ല. ഇതൊരു രാജയോഗ കാലഘട്ടമാണ്. നിങ്ങൾ ഇന്നുവരെ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഒരു അദ്ഭുത സമയമാണിത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്തോ ഒരു വിറയൽ അനുഭവപ്പെടുന്നുണ്ടോ? ആ വിറയൽ വെറുതെയല്ല. അത് വരാൻ പോകുന്ന നല്ല കാര്യങ്ങളുടെ സൂചനയാണ്. ഇന്നു രാത്രി ആകാശത്തു നോക്കിയാൽ നിങ്ങൾക്കു കാണാം നക്ഷത്രങ്ങൾ എങ്ങനെ നിങ്ങൾക്കു വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ അണിനിരക്കുന്നു എന്ന്. ഗ്രഹങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഒരു പ്രത്യേക ശക്തി സൃഷ്ടിക്കുകയാണ്. ഇതൊരു അദ്ഭുതകരമായ ജ്യോതിഷ കാലഘട്ടമാണ്. സിംഹരാശിക്കാർക്കായി പ്രപഞ്ചം തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീർ വന്നാലും അത് സന്തോഷത്തിന്റെ കണ്ണീരായിരിക്കും. കാരണം വളരെക്കാലമായി നിങ്ങൾ കാത്തിരുന്ന ആ നിമിഷം വന്നുകഴിഞ്ഞു. ഗുരുഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായ ഒരു സ്ഥാനമാണ്. ഗുരുപെയർച്ചയുടെ ഈ സമയത്തു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുന്ന ഒരു സ്ഥാനത്താണ്. രാഹുകേതുക്കളുടെ സ്ഥാനം നിങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ. ഈ ഗ്രഹചാരം മനസ്സിലാക്കണം. ഇതൊരു സാധാരണ സമയമല്ല എന്ന്. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഇപ്പോൾ നിങ്ങൾക്കു അനുകൂലമാണ്. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരിക്കും. ഈ സമയത്തു നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ ശരിയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും വിജയത്തിലെത്തും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും സത്യമായിത്തീരും. ഗ്രഹദശാ മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. സൂര്യദേവൻ നിങ്ങളുടെ രാശിയിലെ സ്വന്തം ഭവനത്തിൽ കൂടുതൽ ശക്തനായിരിക്കുന്ന ഒരു സമയമാണിത്. സിംഹരാശിക്കാർ സൂര്യപുത്രന്മാരാണ് എന്നു നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പിതാവായ സൂര്യദേവൻ തന്നെ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങിയിരിക്കുന്നു. ചന്ദ്രനും നിങ്ങൾക്കനുകൂലമായ സ്ഥാനത്താണ്. ബുധനും ശുക്രനും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. കുജദോഷം ഉള്ളവർക്കു പോലും ഈ സമയം നല്ല കാര്യങ്ങൾ സംഭവിക്കും. കുജൻ ഇപ്പോൾ നിങ്ങൾക്കു ധൈര്യവും ശക്തിയും നൽകുന്ന സ്ഥാനത്താണ്. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ഭയങ്ങളും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം ജനിക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾക്കു ലോകം മുഴുവൻ കീഴടക്കാം. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്തു വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ജോലിക്കാർക്കു സ്ഥാനക്കയറ്റം ലഭിക്കും. പുതിയ ജോലി തേടുന്നവർക്കു മികച്ച അവസരങ്ങൾ വരും. ബിസിനസ് ചെയ്യുന്നവർക്കു പുതിയ ഡീലുകൾ കിട്ടും. വലിയ കരാറുകൾ ഒപ്പിടാൻ ഈ സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ എതിരാളികൾ പോലും ഇപ്പോൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഓഫീസിൽ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ എല്ലാം ഇപ്പോൾ നിശബ്ദരായിത്തീരും. ബോസ് നിങ്ങളെ പ്രശംസിക്കും. സഹപ്രവർത്തകർ നിങ്ങളോട് സഹകരിക്കും. കീഴുദ്യോഗസ്ഥർ നിങ്ങളെ ആദരിക്കും. നിങ്ങളുടെ കഴിവുകൾ എല്ലാവരും ഇപ്പോൾ തിരിച്ചറിയും. നിങ്ങൾ വളരെക്കാലമായി കാത്തിരുന്ന അംഗീകാരം ഇപ്പോൾ ലഭിക്കും. വളരെക്കാലമായി ശമ്പളവർധന കിട്ടാതിരുന്നവർക്കു പോലും ഇപ്പോൾ ശമ്പളം കൂടും. പുതിയ പ്രൊജക്ട് തുടങ്ങാൻ ആലോചിക്കുന്നവർക്കു ഇതു വളരെ നല്ല സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കു ഇപ്പോൾ മുന്നോട്ടു പോകാം. പുതിയ ശാഖകൾ തുറക്കാം. പുതിയ വിപണികളിൽ കടക്കാം. വിദേശ ബിസിനസ് അവസരങ്ങളും ഇപ്പോൾ വരും. പങ്കാളിത്തം തേടുന്നവർക്ക് നല്ല പങ്കാളികൾ കിട്ടും. നിക്ഷേപകർ നിങ്ങളുടെ ആശയങ്ങളിൽ താൽപ്പര്യം കാണിക്കും. സാമ്പത്തിക രംഗത്തു നിങ്ങൾക്കിപ്പോൾ വലിയ പുരോഗതി ഉണ്ടാകും. പണം വരുന്ന വഴികൾ വർദ്ധിക്കും. അപ്രതീക്ഷിത ഇടങ്ങളിൽ നിന്നു പോലും വരുമാനം ഉണ്ടാകും. പഴയ കടങ്ങൾ തിരിച്ചുകിട്ടും. മുടങ്ങിക്കിടന്ന പണം തിരികെ വരും. വായ്പകൾ എളുപ്പത്തിൽ അനുവദിക്കപ്പെടും. ബാങ്കുകാർ നിങ്ങളോട് സഹകരിക്കും. നിക്ഷേപങ്ങൾ ലാഭത്തിലാകും. ഓഹരി വിപണിയിൽ ഇടപെടുന്നവർക്കു നല്ല ലാഭം ഉണ്ടാകും. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കു ഈ സമയം അനുകൂലമാണ്. വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കു നല്ല ഡീലുകൾ ഇപ്പോൾ കിട്ടും. പണം മുടങ്ങിക്കിടന്ന വീട് വിൽപ്പന ഇപ്പോൾ നടക്കും. വാടക സ്വത്തുക്കളിൽ നിന്നു നല്ല വരുമാനം ഉണ്ടാകും. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പൈതൃക സ്വത്ത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നവർക്കു ഇപ്പോൾ അതു ലഭിക്കും. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ഇപ്പോൾ സുന്ദരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പ്രണയം തേടുന്നവർക്കു ഇപ്പോൾ ജീവിത പങ്കാളി കണ്ടെത്താൻ കഴിയും. സ്നേഹബന്ധത്തിൽ ആയവർക്കു ആ ബന്ധം കൂടുതൽ ശക്തമാകും. വിവാഹം നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കു ഇപ്പോൾ നല്ല അവസരം ലഭിക്കും. കുടുംബം സമ്മതം നൽകും. രാശിപൊരുത്തം എല്ലാം ശരിയാകും. വിവാഹത്തിനുള്ള തടസ്സങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്കു ഇപ്പോൾ സമാധാനം ലഭിക്കും.
ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറും. കുടുംബത്തിൽ സന്തോഷം തിരിച്ചുവരും. മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കും. അമ്മായിയപ്പനമ്മമാരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സഹോദരങ്ങളുമായുള്ള അകൽച്ച കുറയും. കുടുംബത്തിൽ നിന്നു നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. അവർക്കുണ്ടായിരുന്ന അസുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്ക മാറും. അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കുട്ടികൾ മത്സരങ്ങളിൽ വിജയിക്കും. വിദേശത്തു പോകാനുള്ള അവസരം കുട്ടികൾക്കു ലഭിക്കും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും. വീട്ടിൽ ആഘോഷങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ആരോഗ്യത്തിലും ഇപ്പോൾ മെച്ചപ്പെടൽ കാണും. പഴയ രോഗങ്ങൾ മാറാൻ തുടങ്ങും. വളരെക്കാലമായി ബുദ്ധിമുട്ടിച്ച വേദനകൾ കുറയും. ഉറക്കമില്ലായ്മ മാറും. ഉത്കണ്ഠ കുറയും. മാനസിക സമാധാനം ലഭിക്കും. ധ്യാനത്തിനും യോഗയ്ക്കും ഇതു നല്ല സമയമാണ്. ഭക്ഷണക്രമങ്ങൾ ശരിയാക്കാൻ ഇപ്പോൾ മനസ്സുണ്ടാകും. ആരോഗ്യപരമായ ജീവിതശൈലി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകും. ദീർഘകാലമായി ചികിത്സിച്ചുകൊണ്ടിരുന്ന രോഗത്തിനു ഇപ്പോൾ ശാശ്വത പരിഹാരം ലഭിക്കും. ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ അത് വിജയകരമായി നടക്കും. വൈദ്യന്മാർ നിങ്ങളെ ശരിയായി മനസ്സിലാക്കും. മരുന്നുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും. പരീക്ഷണഫലങ്ങൾ എല്ലാം നല്ല രീതിയിലായിരിക്കും. ശരീരത്തിൽ പുതിയ ഊർജം നിങ്ങൾക്കനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്കു ഇതു വളരെ നല്ല സമയമാണ്. പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം ഉറപ്പ്. പ്രവേശന പരീക്ഷ എഴുതുന്നവർക്കു അനുകൂല ഫലം ലഭിക്കും. സ്കോളർഷിപ്പുകൾ കിട്ടും. വിദേശത്തു പഠിക്കാനുള്ള അവസരം ലഭിക്കും. പഠനത്തിനുള്ള വായ്പ എളുപ്പത്തിൽ ലഭിക്കും. അധ്യാപകർ സഹായിക്കും. സഹപാഠികളും സഹകരിക്കും. ഗവേഷണം നടത്തുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടക്കും. ശാസ്ത്രീയ മേഖലയിൽ ഉള്ളവർക്കു അംഗീകാരം ലഭിക്കും. പേപ്പർ അവതരിപ്പിക്കാനുള്ള അവസരം വരും. വിദേശ സർവകലാശാലകളിൽ നിന്നു ക്ഷണം വരും. ഫെലോഷിപ്പുകൾ കിട്ടും. പുതിയ പ്രൊജക്ടുകൾക്കു അംഗീകാരം ലഭിക്കും. ഗ്രാന്റുകൾ കിട്ടും. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർ വിലമതിക്കും. വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്കു ഇപ്പോൾ അവസരം വരും. വിസ അനുവദിക്കപ്പെടും. ജോലി ഓഫറുകൾ വരും. കുടുംബം അനുവാദം നൽകും. യാത്രയ്ക്കുള്ള പണം ലഭിക്കും. എല്ലാ രേഖകളും ശരിയാകും. വിദേശത്തുള്ളവർക്ക് സ്ഥിരതാമസാനുമതി കിട്ടും. പൗരത്വം അപേക്ഷിക്കുന്നവർക്കു അനുകൂല ഫലം വരും. വിദേശത്തു സ്വത്ത് വാങ്ങാനുള്ള അവസരം ഉണ്ടാകും. അടുത്ത 30 ദിവസങ്ങളിൽ 3 വലിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ആദ്യ ഘട്ടത്തിൽ നിങ്ങളുടെ കരിയറിൽ വമ്പൻ മാറ്റമുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ സ്ഥാനക്കയറ്റം വരും. അല്ലെങ്കിൽ മികച്ച ജോലി ഓഫർ കിട്ടും. നിങ്ങളുടെ സാലറി ഇരട്ടിയാകും. നിങ്ങളുടെ സ്വപ്ന കമ്പനിയിൽ നിന്നു ക്ഷണം വരും. ബിസിനസ്സുകാർക്ക് വലിയ കരാർ ഒപ്പിടാൻ കഴിയും. പുതിയ ഉപഭോക്താക്കൾ വരും. വളരെ പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. രണ്ടാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക സമ്മാനം നിങ്ങൾക്കു ലഭിക്കും. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ പണം വരും. അനന്തരാവകാശം കിട്ടിയേക്കാം. ലോട്ടറിയോ മറ്റോ വഴി വലിയ തുക വരാം. പഴയ നിക്ഷേപം പെട്ടെന്നു വിലപ്പോകും. ആരോ നിങ്ങൾക്ക് വലിയ സമ്മാനം നൽകും. സർക്കാർ സ്കീമിൽ നിന്നു ആനുകൂല്യം കിട്ടും. ബാങ്കിൽ നിന്നു വലിയ വായ്പ അനുവദിക്കപ്പെടും. നിങ്ങളുടെ സ്വത്തിന്റെ വില പെട്ടെന്നു കൂടും. മൂന്നാം ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിവ് ഉണ്ടാകും. ഇതൊരു ആത്മീയ ഉണർവായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതലക്ഷ്യം മനസ്സിലാക്കാനുള്ള ഒരു നിമിഷമായിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കും. ഒരു പ്രത്യേക വ്യക്തിയുമായി കണ്ടുമുട്ടാനുള്ള അവസരം വരും. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും. ഗുരുദർശനം ലഭിക്കാം. ദിവ്യാനുഭവം ഉണ്ടാകാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചില വെല്ലുവിളികളും ഉണ്ട്. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. അവർ നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കും. നിങ്ങളുടെ പേരിന് കളങ്കം വരുത്താൻ ശ്രമിക്കും. എന്നാൽ ഭയപ്പെടേണ്ട. സത്യം എപ്പോഴും വിജയിക്കും. നിങ്ങളുടെ കഷ്ടപ്പാട് അവർ കാണും. നിങ്ങളുടെ ന്യായം എല്ലാവരും മനസ്സിലാക്കും. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർ പരാജയപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചു ശ്രദ്ധ വേണം. അമിത ചെലവ് നിയന്ത്രിക്കണം. അനാവശ്യമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കണം. അപരിചിതരെ പണം കടം കൊടുക്കരുത്. പുതിയ സാമ്പത്തിക പദ്ധതികളിൽ അധികം ഇടപെടരുത്. ശരിയായ വിശകലനം നടത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എല്ലാ രേഖകളും നന്നായി പരിശോധിക്കുക. ഒപ്പിടുന്നതിനു മുമ്പ് എല്ലാം വായിക്കുക. അഭിഭാഷകന്റെ ഉപദേശം തേടുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിത അധ്വാനം ഒഴിവാക്കുക. ആരോഗ്യത്തിന് മുൻഗണന നൽകുക.
സമയത്തു ഭക്ഷണം കഴിക്കുക. വേണ്ടത്ര വിശ്രമം എടുക്കുക. വ്യായാമം ഉറപ്പാക്കുക. മദ്യവും പുകവലിയും ഒഴിവാക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ക്ഷേത്രമാണ്. അതിനെ നന്നായി പരിപാലിക്കുക. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. ഉടനെ വൈദ്യസഹായം തേടുക. ബന്ധങ്ങളിൽ ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുക. വേഗത്തിൽ കോപിക്കരുത്. മറ്റുള്ളവരുടെ നിലപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംസാരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കുക. പറഞ്ഞ വാക്കുകൾ തിരികെ എടുക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക. കുടുംബത്തിന് സമയം നീക്കിവെക്കുക. അവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. പ്രണയബന്ധത്തിൽ ആയവർ പരസ്പര വിശ്വാസം പുലർത്തുക. ഇനി ചില പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ പറയട്ടെ. എല്ലാ ദിവസവും രാവിലെ സൂര്യനെ നമസ്കരിക്കുക. സൂര്യമന്ത്രം ജപിക്കുക. സൂര്യന് വെള്ളം നേർച്ച വയ്ക്കുക. ചെമ്പാത്രത്തിൽ വെള്ളം സൂക്ഷിച്ചു കുടിക്കുക. ചുവന്ന വസ്ത്രം ധരിക്കുക. ചുവന്ന പൂക്കൾ വഴിപാട് നടത്തുക. ആഞ്ജനേയസ്വാമിയെ ഭജിക്കുക. ചൊവ്വാഴ്ച ക്ഷേത്രദർശനം നടത്തുക. ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരാളെയെങ്കിലും സഹായിക്കുക. പക്ഷികൾക്കു ഭക്ഷണം നൽകുക. മൃഗങ്ങളെ സ്നേഹത്തോടെ പരിഗണിക്കുക. വൃക്ഷങ്ങൾ നടുക. പരിസ്ഥിതി സംരക്ഷിക്കുക. പ്ലാസ്റ്റിക് ഒഴിവാക്കുക. വെള്ളം പാഴാക്കരുത്. വൈദ്യുതി ലാഭിക്കുക. പ്രകൃതിയോട് കരുണ കാണിക്കുക. പുസ്തകങ്ങൾ വായിക്കുക. പ്രത്യേകിച്ച് ആത്മീയ ഗ്രന്ഥങ്ങൾ. ഭഗവത്ഗീത വായിക്കുക. രാമായണം ശ്രവിക്കുക. പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യുക. ധ്യാനം പരിശീലിക്കുക. യോഗ പഠിക്കുക. പ്രാണായാമം ചെയ്യുക. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുക. മനസ്സിനെ ശാന്തമാക്കുക. നിഷേധാത്മക ചിന്തകൾ ഒഴിവാക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ ആകർഷിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതിവയ്ക്കുക. അവ ദിവസേന ദൃശ്യവത്കരിക്കുക. അവ നടക്കുന്നതു സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ട ജീവിതം സൃഷ്ടിക്കുക. നിങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതം നിർമ്മിക്കുന്നു. അതുകൊണ്ട് നല്ല ചിന്തകൾ മാത്രം ചിന്തിക്കുക. നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുക. കൃതജ്ഞത പ്രകടിപ്പിക്കുക. ജീവിതത്തിൽ ഉള്ള നല്ല കാര്യങ്ങൾക്കു നന്ദി പറയുക. ചെറിയ സന്തോഷങ്ങളെ ആഘോഷിക്കുക. ഓരോ നിമിഷവും ആസ്വദിക്കുക. പണം എല്ലാമല്ല എന്നു മനസ്സിലാക്കുക. സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമാണ് യഥാർത്ഥ ഐശ്വര്യം. പ്രണയമാണ് വലിയ ശക്തി. കുടുംബമാണ് നമ്മുടെ സുരക്ഷിതത്വം. സുഹൃത്തുക്കളാണ് നമ്മുടെ സംരക്ഷകർ. ക്ഷമിക്കാൻ പഠിക്കുക. പഴയ വേദനകൾ വിട്ടുകളയുക. സങ്കടങ്ങൾ മറക്കുക. കലഹങ്ങൾ അവസാനിപ്പിക്കുക. സമാധാനം തിരഞ്ഞെടുക്കുക. യുദ്ധമല്ല സ്നേഹമാണ് പരിഹാരം. വെറുപ്പല്ല കരുണയാണ് മാർഗം. ദേഷ്യമല്ല സഹിഷ്ണുതയാണ് വഴി. അഹങ്കാരമല്ല വിനയമാണ് ബലം. അത്യാഗ്രഹമല്ല ഉദാരതയാണ് മഹിം. എന്റെ പ്രിയപ്പെട്ട സിംഹരാശിക്കാരെ, നിങ്ങൾ ഒരു പ്രത്യേക ജന്മമാണ്. നിങ്ങൾ സിംഹം പോലെ ധീരന്മാരാണ്. നിങ്ങളുടെ ഹൃദയം സ്വർണം പോലെ തിളങ്ങുന്നു. നിങ്ങളുടെ ആത്മാവ് രാജകീയമാണ്. നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും. നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് ലോകം മാറ്റാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ അസാമാന്യമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. ആ ശക്തിയെ പുറത്തുകൊണ്ടുവരാനുള്ള സമയം ഇതാണ്. ഇനി ഒളിഞ്ഞിരിക്കുന്ന സമയമല്ല. മുന്നോട്ടു വരാനുള്ള സമയമാണിത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായി വികസിപ്പിക്കാനുള്ള സമയമാണിത്. പ്രപഞ്ചം നിങ്ങൾക്കു അനുകൂലമാണ്. നക്ഷത്രങ്ങൾ നിങ്ങൾക്കു വേണ്ടി നിരന്നിരിക്കുന്നു. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം വസിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം പരിപൂർണമാകട്ടെ. നിങ്ങളുടെ തൊഴിലിൽ വിജയം ലഭിക്കട്ടെ. നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്വത്തിൽ വർധന വരട്ടെ. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടട്ടെ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകട്ടെ. സകല ഐശ്വര്യങ്ങളും നിങ്ങളെ സമീപിക്കട്ടെ. സകല ഭാഗ്യങ്ങളും നിങ്ങളെ കണ്ടെത്തട്ടെ. സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. സകല സിദ്ധികളും നിങ്ങൾക്കു ലഭിക്കട്ടെ. സകല യോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സൂര്യദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ചന്ദ്രന്റെ ശീതളത നിങ്ങളുടെ മനസ്സിൽ വസിക്കട്ടെ. ഗുരുവിന്റെ ജ്ഞാനം നിങ്ങളെ നയിക്കട്ടെ. ശനിയുടെ അച്ചടക്കം നിങ്ങളെ ഉദ്ധരിക്കട്ടെ. നാളെ മുതൽ നിങ്ങളുടെ ജീവിതം തികച്ചും മാറും. അടുത്ത വീഡിയോയിൽ കൂടുതൽ രഹസ്യങ്ങൾ പങ്കിടാം.
അപ്പോൾ നിങ്ങളുടെ അടുത്ത മാസത്തെ അത്ഭുതകരമായ പ്രവചനങ്ങൾ വെളിപ്പെടുത്താം. ആ വീഡിയോ നഷ്ടപ്പെടുത്തരുത്. അതിൽ 100% നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താം. എല്ലാ നന്മകളും നിങ്ങളുടേതാകട്ടെ. എല്ലാ ദുഃഖങ്ങളും അകന്നുപോകട്ടെ. എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കട്ടെ. എല്ലാ വേദനകളും മാറട്ടെ. നിങ്ങളുടെ മുഖത്തു പുഞ്ചിരി തിളങ്ങട്ടെ. നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം വളരട്ടെ. നിങ്ങളുടെ ആത്മാവിൽ പ്രകാശം പരക്കട്ടെ. നിങ്ങൾ എന്നേക്കും സന്തോഷമായിരിക്കട്ടെ. നിങ്ങൾ എന്നേക്കും ആരോഗ്യവാനായിരിക്കട്ടെ. നിങ്ങൾ എന്നേക്കും സമൃദ്ധരായിരിക്കട്ടെ. നിങ്ങൾ എന്നേക്കും ഭാഗ്യവാന്മാരായിരിക്കട്ടെ.